നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയ രണ്ടുപേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൌണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മെഗാ കരോൾ നടത്തി. ചാലക്കുടി മുകുന്ദപുരം താലൂക്ക് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 9ാമത് വാർഷിക പൊതുയോഗം നടത്തി. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷിക ദിനം വൈഖരി 2024-25 ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയ രണ്ടുപേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവിൽ കാരപ്പറമ്പിൽ വീട്ടിൽ മണിയുടെ മകൻ സനൽകൃഷ്ണ, ആലത്തൂർ വെളിയത്തുപറമ്പിൽ വീട്ടിൽ ദാസന്റെ മകൻ നിധിൻ എന്നിവരെയാണ് ഇൻസ്പെക്ടർ PK ദാസ്, SI അശ്വിൻ റോയ്, ASI ആഷ്ലിൻ ജോൺ, CPO VK കിരൺ, EA ശ്രീജിത്ത്, M ആഷിഖ്, P സന്ദീപ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഡോക്ടർ BR അംബേദ്കറെ രാജ്യസഭയിൽ രൂക്ഷമായ ഭാഷയിൽ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെച്ച് പൊതുജനങ്ങളോട് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൌണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷനായി. PK കൃഷ്ണൻകുട്ടി, PK രാജൻ, AR ബാബു, PC സുബ്രൻ, KS ഉണ്ണിച്ചക്കൻ, സിന്ധു പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട വളർന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ കേസ് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ദളിത് സംഘടനകളും വളരെ ജാഗരൂകരായി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുന്നത് എന്നൊരു കേന്ദ്ര പഞ്ചായത്ത് മന്ത്രാലയം രൂപീകരിച്ചിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിൽ നിന്നും മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ തിരഞ്ഞെടുത്തു. 2013 സുപ്രീം കോടതി വിധിപ്രകാരം കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം രൂപീകരിച്ചതാണ് അഡ്വൈസറി കമ്മിറ്റി. ഡിസംബർ 23-24 തീയതികളിൽ മൈസൂർ അബ്ദുൾ നസീർ സാബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജിലാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി സംവാദം നടത്തുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടാതെ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് P സരുതി, കക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീബ എന്നിവരാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മറ്റ് വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മെഗാ കരോൾ നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഗാ കരോൾ ഫൊറോന വികാരി ജെയ്സൺ കരിപ്പായി ഫ്ളാഗ് ഓഫ് ചെയ്തു. സഹവികാരി സിബിൻ വാഴപ്പിള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാട്ടുകരക്കാരൻ, കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറക്കാരൻ, വർഗീസ് തൊമ്മാന, ജോസ് ഊക്കൻ, PRO ജോയ്സ് തെക്കുംതല എന്നിവർ സംസാരിച്ചു. 4 മേഖലാ കൺവീനർമാർ നേതൃത്വം നൽകി. അനുസ്മരണം ഇന്ന് കൊടകര പള്ളിയങ്കണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈടുവകയിലെ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മെഗാ കരോൾ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ ജനനം നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയുടെ സാക്ഷാത്കാരമായിരുന്നു. ആ ജനനം ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷം 2 ദിവസങ്ങളിലായി നടത്തി. ആദ്യ ദിനം സിനിമാ ബാലതാരങ്ങളായ ഡാവിഞ്ചി, നീരജ് കൃഷ്ണ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.
രണ്ടാം ദിനത്തിൽ റിഥം 2024 എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾ ചലച്ചിത്ര താരങ്ങളായ ശ്രീഷ്മ ചന്ദ്രൻ, അനിൽ ആന്റോ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ എന്നിവർ മുഖ്യ സന്ദേശം നൽകി. ഭാരതീയ വിദ്യാനികേതൻ ഓർഗനൈസിംഗ് സെക്രട്ടറി R അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർ രാധ വിശ്വംഭരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുരേഷ്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷിക ദിനം വൈഖരി 2024-25 ആഘോഷിച്ചു. വിദ്യാലയത്തിന്റെ മാതൃസമിതി പ്രസിഡന്റ് വിജിഷ അനിൽ, വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് മനോജ് കുമാർ TS എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നിർവഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം MLA TJ സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്റർ, ചലച്ചിത്ര താരം അഞ്ജലി നായർ, ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ജ്യോതിസ് മോഹൻ IRS എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരികളായ ഡോക്ടർ D പ്രഭാകരൻ നായർ, ഡോക്ടർ A രാധാകൃഷ്ണൻ, വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, വിദ്യാലയ സമിതി പ്രസിഡന്റ് സ്മിത P നായർ എന്നിവർ സംസാരിച്ചു. In grade 12 exams, Master Aditya Das from the science stream secured an impressive 96%, while Miss Shivpriya KD from the commerce stream achieved 92.4%. ചാലക്കുടി മുകുന്ദപുരം താലൂക്ക് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 9ാമത് വാർഷിക പൊതുയോഗം നടത്തി. കൊടകര SN ഹാളിൽ നടന്ന പൊതുയോഗത്തിന് പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി കാർഷിക ഭൂപണയ ബാങ്ക് വൈസ് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വരവ് ചിലവ് കണക്കുകളും റിപ്പോർട്ടും ബജറ്റും സെക്രട്ടറി സിജ സുനിൽ അവതരിപ്പിച്ചു. PC പ്രഭാകരൻ, MA സുകുമാരൻ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സുകുമാരൻ മുടലിക്കുളം എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ ഇന്ത്യൻ പാർലമെന്റിൽ അപമാനിച്ചതിൽ കേരള പുലയർ മഹാസഭ ആനപ്പാറ ശാഖ വാർഷിക സമ്മേളനം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ശാഖ പ്രസിഡന്റ് TU സതീഷ് അധ്യക്ഷത വഹിച്ചു. വാർഷിക പൊതുയോഗം KPMS തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പിള്ളി, EV ഹരിഹരൻ, UB വിശ്വനാഥൻ, ജയ ഹരിഹരൻ, രമ്യ ജിജു, ഷനി അഭിലാഷ്, ഷീല സുബ്രൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും നൽകി അബോധാവസ്ഥയിലാക്കിയ 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൌണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു.
കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മെഗാ കരോൾ നടത്തി. ചാലക്കുടി മുകുന്ദപുരം താലൂക്ക് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 9ാമത് വാർഷിക പൊതുയോഗം നടത്തി. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ 31ാമത് വാർഷിക ദിനം വൈഖരി 2024-25 ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.